വളരെ ഗുരുതരമായ ആരോപണമാണ് ശ്രീ കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചിട്ടുള്ളത്. ശ്രീമതി കെ രമ ഇവിടെ ഇരിക്കുന്നു. പാർട്ടിയിലെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിലാണ് ശ്രീ TP ചന്ദ്രശേഖരൻ ക്രൂരമായി വധിക്കപ്പെട്ടത്. ഇന്ന് കുഞ്ഞികൃഷ്ണനും നേരിടുന്നത് അതേ പ്രശ്നം തന്നെയാണ്. ജീവന് ഭീഷണി നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നത്. പാർട്ടി ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ ഈ കണക്കൊന്നും വെളിപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ലെന്ന് പറയും. ഈ കണക്കൊന്നും വെളിപ്പെടുത്തേണ്ട ഒരാവശ്യവുമില്ല, പാർട്ടി കണക്കാണെന്നാണ് പറയുന്നത്. പക്ഷെ കുഞ്ഞികൃഷ്ണൻ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഗുരുതരമായ ക്രമക്കേടുകളാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് CPM ഇരട്ടത്താപ്പാണ്, എല്ലാ കാര്യത്തിലും വ്യാപകമായ ഇരട്ടത്താപ്പാണ് ഈ കാര്യത്തിലുള്ളത്. പിന്നെ ഈ വിഷയം ഞങ്ങളുടെ പ്രവർത്തകരെ, സ്ത്രീകളടക്കമുള്ള ആളുകളെ ക്രൂരമായി പുറകിൽ നിന്ന് വന്ന് കുറുവടികളുമായി ആക്രമിച്ച് ആശുപത്രിയിലാക്കിയ ഒരു സംഭവം നിയമസഭയിൽ അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ സ്പീക്കറോട് ചോദിച്ചല്ലോ, റൂൾ 50യുമായി ബന്ധപ്പെട്ട ഏത് പ്രൊവിഷന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തര? അപ്പൊ CPM പ്രതിരോധത്തിലാവുന്ന, CPMന് മറുപടി പറയാൻ ബുദ്ധിമുട്ടാകുന്ന വിഷയം നിയമസഭയിൽ സംസാരിക്കണ്ട എന്ന് സ്പീക്കർ ഗവൺമെന്റിന്റെ സമ്മർദ്ദം കൊണ്ട് തീരുമാനിക്കുകയാണ്. ഏത് പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് ഇന്ന് ഈ അവസരം ഡിനേ ചെയ്തത്? ഇതിവിടെ സംസാരിക്കണ്ടേ? ഒരു നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയാതെ രാഷ്ട്രീയ പ്രവർത്തകരെ ക്രൂരമായി ആക്രമിക്കുന്ന, അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന, പരസ്യമായ വധപ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്ന, പരസ്യമായ ഭീഷണി നടത്തുന്ന, ക്രൂരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റാതെ അവരെ അടിച്ചമർത്തുന്ന സംഭവം നിയമസഭയിലല്ലാതെ ഞങ്ങൾ എവിടെ പോയി പറയും? അത് പറയാനുള്ള അവസരം നിഷേധിച്ച് തുടർന്നാണ് ഞങ്ങൾ ഇന്ന് സഭാ നടപടികൾ ഞങ്ങൾ ബഹിഷ്കരിച്ചത്. അല്ല, അത് അന്വേഷിക്കണമല്ലോ, ഉറപ്പായിട്ട് അന്വേഷിക്കണം. കാരണം പാർട്ടി സെക്രട്ടറിയുടെ കയ്യിലും മുഖ്യമന്ത്രിയുടെ കയ്യിലും പരാതി കൊടുത്തിരിക്കുകയാണ്. ഒരാൾ പണാപഹരണം നടത്തി എന്നുള്ളതാണ് കേസ്. അത് പോലീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണ്ടേ? പാർട്ടി തന്നെ പോലീസ് സ്റ്റേഷനും പാർട്ടി തന്നെ കോടതിയുമാണ് എന്ന് ഞങ്ങൾ ആക്ഷേപിച്ചതല്ലേ ശരിവെക്കുകയല്ലേ ചെയ്യുന്നത്? മാത്രമല്ല, പോലീസ് നോക്കി നിൽക്കുമ്പോഴാണ് ഈ അതിക്രമം നടന്നത്. ഇപ്പം ശ്രീ സജീവ് ജോസഫ് വളരെ വിശദീകരിച്ചല്ലോ. ഏരിയ സെക്രട്ടറി കൊലക്കേസിലെ പ്രതിയാണ്, പ്രധാനപ്പെട്ട നേതാക്കൾ കൊലക്കേസിലെ പ്രതിയാണ്. എന്നിട്ടും അവിടെ അതിനെ ധിക്കരിച്ച് പാർട്ടി പ്രവർത്തകർ പ്രകടനം നടത്തി. നിങ്ങൾ മനസ്സിലാക്കണം എത്ര ആഴത്തിലുള്ള കാര്യമാണെന്ന്. പയ്യന്നൂരിൽ പ്രതിപക്ഷത്തിന് പോലും അനങ്ങിയാൽ അടി കിട്ടുന്ന സ്ഥലത്ത് ഈ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നലെ ജില്ലാ നേതൃത്വം ന്യായീകരിച്ചു, സംസ്ഥാന നേതൃത്വം ന്യായീകരിച്ചു ഈ കൊള്ളയെ. എന്നിട്ടും അതിനെതിരായി പാർട്ടി പ്രവർത്തകർ അവിടെ പ്രതിഷേധ പ്രകടനം നടത്തി എന്നുള്ളത് നിസ്സാര കാര്യമാണോ? പയ്യന്നൂരിൽ അതിൽ പങ്കെടുത്ത ഒരാളാണ് ബൈക്ക് കത്തിച്ചത്. അപ്പൊ എന്ത് അതിക്രമവും നടത്താം? ഇവർക്ക് എന്ത് ലൈസൻസാണ് കൊടുത്തിരിക്കുന്നത്? നീതിന്യായ വ്യവസ്ഥകളൊന്നും ഇവർക്ക് ബാധകമല്ലേ? അല്ല, ഇവർക്ക് പ്രത്യേക നിയമമുണ്ടോ CPM ക്രിമിനലുകൾക്ക്? അതാണ് ഞങ്ങളുടെ ചോദ്യം. രാഷ്ട്രീയ പ്രവർത്തനം നടത്തണ്ടേ മറ്റുള്ളവർക്ക്? ഇവരെ ചോദ്യം ചെയ്യാൻ പാടില്ല. പാർട്ടിക്കാരാണെങ്കിൽ പോലും ചോദ്യം ചെയ്താൽ കൊല്ലുമെന്നാണ് പറയുന്നത്. വേറൊന്നുമല്ല, കൊല്ലും. അത് നടക്കില്ല. അല്ല, തീർച്ചയായിട്ടും CPMനെതിരായും MLAക്കെതിരായി പ്രതിഷേധിച്ചു. MLAക്കെതിരായി പ്രതിഷേധിച്ച എന്താ? എൻ്റെയൊക്കെ വീട്ടിലേക്ക് എല്ലാ ആഴ്ച മാർച്ചാണ്. വീടിൻ്റെ അകത്ത് വരെ കയറി കഴിഞ്ഞ പ്രാവശ്യം. ചെടിച്ചട്ടിയൊക്കെ തല്ലി പൊളിച്ചു വീടിനകത്ത്. എൻ്റെ സ്വകാര്യ വസതിയാണ്, ഔദ്യോഗിക വസതിയൊന്നുമല്ല. എൻ്റെ സ്വകാര്യ വസതിയിൽ അകത്ത് കയറി അവിടെ നിന്നിരുന്ന് എന്നെ കാണാൻ വന്ന ആളെ തല്ലി. എല്ലാ ആഴ്ചയും പ്രകടനമാണ്. BJPയും CPMഉം അവർ തമ്മിൽ ആലോചിച്ചിട്ടാണെന്ന് തോന്നുന്നു. ഈ ആഴ്ച BJP ആണെങ്കിൽ അടുത്ത ആഴ്ച CPM. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് എൻ്റെ വീട്ടിലേക്ക് എല്ലാ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങളാരും അതിനെതിരായിട്ട് അസഹിഷ്ണുത കാണിച്ചില്ലല്ലോ. ഞങ്ങളാരും അവരെ തല്ലി ഓടിക്കാൻ നിന്നില്ലല്ലോ. ഞങ്ങളൊരു പ്രതിഷേധ പ്രകടനം പോലും നടത്തിയില്ല. എന്നോട് വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറയാം നടത്തട്ടെ എന്ന് പറയും. അവർ നടത്തി, അവർ പോട്ടെ. അവർക്ക് പ്രതിഷേധിക്കാൻ, പ്രതിപക്ഷ നേതാവിനെതിരായി പ്രതിഷേധിക്കാനുള്ള ജനാധിപത്യ സ്വാതന്ത്ര്യം അവിടെ ഇല്ലേ? ഞാൻ എണ്ണിത്തരാം. എല്ലാ ആഴ്ചയെന്ന് വരെ ഞങ്ങളുടെയൊക്കെ വീടുകളിലേക്ക് നടത്തിയാണ്. ഇവരുടെ ഒന്നും പാടില്ല. ആരാ ഇവരാരാ? നടത്തിക്കഴിഞ്ഞാൽ പ്രഖ്യാപിക്കുകയാണ് ഏരിയ സെക്രട്ടറി. ഈ മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിലല്ലേ ഈ വൃത്തികേട് നടക്കുന്നത്, ഈ തോന്നിയാസം നടക്കുന്നത്? ഇദ്ദേഹം ഇതിനൊക്കെ കുട പിടിച്ചു കൊടുക്കുകയാണോ? എന്നിട്ട് ആഭ്യന്തരമന്ത്രിയാണെന്ന് പറഞ്ഞ് ജലിഞ്ഞിരുന്ന് ആ കസേരയിലിരിക്കുകയാണോ? എല്ലാ ക്രിമിനലുകളെയും സംരക്ഷിക്കുക. അത് ഞങ്ങൾ അതിനെതിരായി രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ പോരാടും ഉറപ്പായും. കുഞ്ഞികൃഷ്ണന് സംരക്ഷണം കൊടുക്കണം. കുഞ്ഞികൃഷ്ണന്റെ, ഞാൻ പറഞ്ഞല്ലോ, ജീവൻ അപകടത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ TP ചന്ദ്രശേഖരനുണ്ടായ അനുഭവം ഞാൻ ആവർത്തിച്ചു പറഞ്ഞത്. ശ്രീമതി രമയും അത് തന്നെയാണ് പറഞ്ഞത്. സെയിം സിറ്റുവേഷനാണ്. പാർട്ടിയിലെ നേതാക്കളെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാണ്. അത് സംരക്ഷിക്കാനുള്ള ബാധ്യത കേരളത്തിലെ പോലീസിനുണ്ട്.
പോലീസ് നോക്കി നിൽക്കാൻ പാടില്ല. ഞാൻ ചോദിച്ചല്ലോ, സ്പീക്കറോട് ചോദിച്ചല്ലോ, ഏത് പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ ഈ നിയമസഭാ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ള ഒരാളെ, ഏറ്റവും കൂടുതൽ ഈ നിയമസഭാ ചരിത്രത്തിൽ ഞാൻ ചോദിച്ചല്ലോ, ഏത് പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ്, റൂൾസ് ഓഫ് പ്രൊസീജിയറിന്റെ ഏത് പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് ഇത് അനുവദിക്കാൻ അനുമതി തരായിരുന്നത്? ഒറ്റ പറയാൻ അനുമതിയില്ല. CPM പ്രതിരോധത്തിലാവുമ്പോൾ അനുമതിയില്ല, സംസാരിക്കാൻ പാടില്ല. ഇത്രയും അതിക്രമവും ഇത്രയും വൃത്തികേടുകളും നടന്നൊരു സംഭവം നിയമസഭ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നിയമസഭയിലല്ലാതെ എങ്ങനെ പറയും? അയ്യോ നിങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ തരുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കൊണ്ടുവന്നപ്പോൾ തന്നില്ലല്ലോ. ഉറപ്പായിട്ടും മുഖ്യമന്ത്രിക്ക് ഇതിൽ മറുപടി പറയാൻ പറ്റില്ല. പ്രതിരോധത്തിലാണ്, CPM പ്രതിരോധത്തിലാണ്, അതുകൊണ്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഒഴിവാക്കി, മുഖ്യമന്ത്രിയുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഒഴിവാക്കി കൊടുത്തത്. CPM-ഉം മുഖ്യമന്ത്രിയും പ്രതിരോധത്തിലാകുമെന്ന് ബോധ്യം വന്നതിനെ തുടർന്നാണ് സ്പീക്കറെ ഉപയോഗിച്ചത് ചെയ്തത്. അനീതിയാണ് സ്പീക്കർ ചെയ്തത്. നിയമവിരുദ്ധ റൂൾസ് ഓഫ് പ്രൊസീജിയറിന് വിരുദ്ധമായിട്ടാണ് ചെയ്തത്. ഞങ്ങൾ ഒരു വയലേഷനും റൂൾസ് ഓഫ് പ്രൊസീജിയറിൻ്റെ ഇല്ല. ഞങ്ങളുടെ വേർഡിങ്സ് എല്ലാം കറക്റ്റ്. ഞങ്ങൾ നോക്കിയിട്ടാണ് അതൊക്കെ കൊടുക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചിട്ട് മറുപടി പറഞ്ഞല്ലോ. ഉറപ്പായിട്ടും ഗവൺമെന്റാണ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതായുള്ള ഞങ്ങൾ പിന്തുണ കൊടുക്കും, തീർച്ചയായിട്ടും പിന്തുണ കൊടുക്കും. രാഷ്ട്രീയമായ പിന്തുണയല്ല. അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാവാൻ പാടില്ല. അദ്ദേഹം ഞങ്ങളുടെ പിന്തുണയൊന്നും തേടി വന്നിട്ടില്ല. അവിടെ പ്രഖ്യാപിക്കാനായിട്ട് എന്താണ്, പയ്യന്നൂരിൽ UDF സ്ഥാനാർത്ഥിയാവും കുഞ്ഞികൃഷ്ണൻ എന്ന് പറയും. ഒരു ചർച്ചയും UDF അതൊക്കെ എന്തിനാണെന്നറിയാം? പാർട്ടി വിരുദ്ധനാണ് ഇയാളെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുമായിട്ടൊന്നും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഞങ്ങളുമായിട്ട് ഒരു ഘട്ടത്തിൽ ഞങ്ങളുടെ ഒരു പാർട്ടി നേതാക്കളുമായിട്ടും അദ്ദേഹം സംസാരിച്ചിട്ടില്ല. കണ്ണൂർ ജില്ലയിലെ പാർട്ടി നേതാക്കളുമായിട്ടും അദ്ദേഹം സംസാരിച്ചിട്ടില്ല. അത് അദ്ദേഹത്തെ ഈ സംഭവം ഉണ്ടല്ലോ, പണ്ട് ശങ്കരാടിച്ചേട്ടൻ്റെ കഥാപാത്രം പറഞ്ഞതുപോലെ ഒന്നിൽ പറഞ്ഞവനെ നശിപ്പിക്കുമല്ലോ പാർട്ടിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ. സ്ഥാനാർത്ഥിയാകാൻ പോയതാണ്, മറ്റാണ് മറിച്ചാണ്, ഒരുത്തം പാർട്ടിയിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്കെതിരായിട്ടുള്ള ആക്ഷേപമാണല്ലോ മുഴുവൻ. ആ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഞങ്ങൾ ഒരു ചർച്ചയും ഒരു തരത്തിലും ഒന്നും നടത്തിയിട്ടില്ല, ഒരു രീതിയിലും. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണ് എന്ന് CPM-ന്റെ സ്വഭാവം വെച്ച് ഞങ്ങൾക്കറിയാം. പോലീസിനെ കൊല്ലാൻ വേണ്ടി സ്റ്റീൽ ബോംബ് എറിഞ്ഞ നേതാക്കന്മാരുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കാം? പോലീസിനെ കൊല്ലാൻ അല്ലേ, ബോംബെറിഞ്ഞ ആളുള്ള സ്ഥലത്ത് പാർട്ടിയെ വിമർശിക്കുന്നവരെ കൊല്ലാൻ എന്തും നടക്കും. ഏരിയ സെക്രട്ടറിയുടെ പ്രഖ്യാപനം തന്നെ അത് ഭീഷണിയല്ലേ? ഞങ്ങളെ മാത്രമല്ലല്ലോ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.